നമസ്കാരം. പ്രധാന വാർത്തകൾ. ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടി കേസുമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ. മാസപ്പടി കേസ് നിയമപരമായി നിലനിൽക്കില്ല. എ.കെ. ബാലന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ എം.എൽ.എ. സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ. പാലക്കാട്ട് യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. സംഭവം ഒലവക്കോട് താണാവിൽ. ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റ യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ നോക്കിയ മുൻ ഭർത്താവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ശിവപുരം കോളനി സ്വദേശി മനു. യുവാവിനെ ആക്രമിച്ചത് 3 പേർ ചേർന്നെന്ന് പോലീസ്. തൃശൂർ വടക്കേക്കാട് മുല്ലപ്പൂ വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിലായത് പുന്നയൂർക്കുളം സ്വദേശി കുട്ടൻ. പാലക്കാട് കല്ലേക്കാട് മേട്ടുപ്പാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. വെട്ടേറ്റത് ഒരു കുടുംബത്തിലെ 6 പേർക്ക്. കഴുത്തിൽ വെട്ടേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരിച്ചുള്ള കല്ലേറിൽ 4 പേർക്ക് പരിക്ക്. പട്ടാമ്പി നഗരസഭയിൽ കുത്തഴിഞ്ഞ ഭരണമെന്ന UDF. ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം അഴിമതിയിൽ മുങ്ങിയ ദുർഭരണം ജനങ്ങൾ വെറുത്ത സാഹചര്യത്തിൽ. തൃത്താല മണ്ഡലത്തിൽ ദേശീയപാത വികസനത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വ്യാപക മണ്ണെടുപ്പെന്ന യൂത്ത് ലീഗ്. പ്രശ്നത്തിൽ മന്ത്രി MP രാജേഷ് മൌനം വെടിയണം. മണ്ണ് ഖനനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം. പാലക്കാട് ജില്ലയിൽ മെയ് 8 വരെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്ന് കളക്ടർ. നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് താപനില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് 2 സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന 4-അംഗ കുടുംബം തെരുവിൽ. കഴിഞ്ഞ 16 ദിവസമായി നിർധന കുടുംബത്തിന്റെ ജീവിതം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. വീട്ടുസാധനങ്ങളും പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന പരാതി. കുടുംബം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കുന്നത് ജില്ലാ ആശുപത്രിയെ. വാർത്തകൾ വിശദമായി. ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടി കേസുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിലാണ് എ.കെ. ബാലന്റെ പ്രതികരണം. മാസപ്പടി കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും എ.കെ. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. മാസപ്പടി പോലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെയെന്നും എ.കെ. ബാലൻ കൂട്ടിച്ചേർത്തു. തുടക്കം മുതൽ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും വിധി പറയാൻ മാറ്റിയ ദിവസങ്ങളിലാണ് കുഴൽനാടൻ തെളിവുകളുണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയത്. അവസാനം കേസ് പരിഗണിച്ചപ്പോൾ തെളിവുകളൊന്നുമില്ലാതെ എന്തിനാണ് ഹർജി നൽകിയത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്ന ആവശ്യവും കോടതി തള്ളി. വിജിലൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുതിയ വാദങ്ങളുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഹർജി കോടതി തള്ളിയത്. ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടി കേസെന്നും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എ.കെ. ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിജിലൻസ് കേസ് തള്ളിയിരിക്കുന്നു എന്നുള്ളത് പൊതുവിൽ വന്നത് ഇതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. ഉള്ളി പൊളിച്ചതുപോലെയാണ്. ഇതിനുള്ളിൽ യാതൊന്നുമില്ല. ഫസ്റ്റിൽ അദ്ദേഹം പറഞ്ഞെന്തായിരുന്നു? അന്ന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ആദ്യമാണ് പറഞ്ഞെന്തായിരുന്നു? വീണ അനധികൃതമായി മാസപ്പടി വാങ്ങി 1,72 ലക്ഷം രൂപ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങി. അതിന് ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, GST കൊടുത്തിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം അന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു, ഇത് വാങ്ങിയ കാശിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട്, GST കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മാറി മതിയായ സേവനം കൊടുത്തിട്ടില്ല എന്നുള്ളത്. മതിയായ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ വീണക്കെതിരായി ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ മതിയായ സർവീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആധികാരിക കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട്ട് യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. ഒലവക്കോട് താണാവിലാണ് സംഭവം. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയാണ് ആസിഡ് ആക്രമണമുണ്ടായത്. താണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ബർഷീനയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആസിഡ് ആക്രമണം നടത്തിയത്. പൊള്ളലേറ്റ ബർഷീനയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖത്ത് സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്.
കഴുത്തിന് പിറകുവശത്തും പൊള്ളലുണ്ടെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. രാവിലെ കടയിലെത്തി ഹുസൈൻ ഇവരുമായി സംസാരിക്കുകയും തർക്കത്തെ തുടർന്ന് കയ്യിലുള്ള കുപ്പിയിലെ ദ്രാവകം മുഖത്തേക്ക് ഒഴിക്കുകയുമായിരുന്നു. കുട്ടി തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡായിട്ട് തെറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യം ഈ ലോട്ടറി കടയിൽ വന്നിരിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിരുന്നാണ്. ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം അവർ കുടുംബ പ്രശ്നമായതിനു ശേഷം ഇരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇടയിൽ ഇപ്പോൾ ജസ്റ്റ് ഓഫീസ് ലോട്ടറി കട തുറക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് ആദ്യമായിട്ട് വന്നിട്ട് മുഖത്ത് ഒഴിച്ചാണ്. മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല, കുറച്ച് പൊള്ളിയിട്ടുണ്ട്. എന്നാലും അത് ബാത്റൂം ആദ്യമായിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്ര ഇതായിട്ട് പൊള്ളിയിട്ടില്ല. നമ്മൾ ലോട്ടറി എടുക്കാൻ വേണ്ടി വന്ന് ലോട്ടറി എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അസരി തുറന്ന് ലോട്ടറിയൊക്കെ എടുക്കുന്ന സമയത്താണ് അങ്ങോട്ട് കയറി കൊണ്ട് അവൻ ടക്കന് ആസിഡ് ഒഴിച്ചത്. ഒരു 7:15 സമയവും ഒഴിക്കുമ്പോൾ അക്രമത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ നോക്കിയ ഖാജ ഹുസൈനെ നാട്ടുകാർ തടഞ്ഞുവെച്ച പോലീസിൽ ഏൽപ്പിച്ചു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കുടുംബ പ്രശ്നമാകാം ആക്രമണ കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇരുവരും ഏറെക്കാലമായി അകന്ന് താമസിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നഗരസഭയിൽ കുത്തഴിഞ്ഞ ഭരണമാണെന്ന UDF. അഴിമതിയും ദുർഭരണവും നടത്തുന്ന ഭരണസമിതിയെ ജനം വെറുത്തെന്നും UDF കൗൺസിലർമാർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ചെയർപേഴ്സണെതിരെ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ചൊവ്വാഴ്ച പട്ടാമ്പി നഗരസഭയിൽ അവിശ്വാസ ചർച്ച നടത്തുന്നതിന് മുന്നോടിയായാണ് വീണ്ടും UDF നേതാക്കൾ ആരോപണവുമായി രംഗത്ത് വന്നത്. പട്ടാമ്പി നഗരസഭയിൽ ഭരണസമ്പന്നമാണെന്നും ലൈഫ് മിഷൻ അട്ടിമറി, കുടിവെള്ള പ്രശ്നം, സ്ട്രീറ്റ് ലൈറ്റ്, നഗരസഭാ തീരുമാനങ്ങൾ മറികടക്കൽ എന്നിവയാണ് UDF അവിശ്വാസത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. V4 പട്ടാമ്പിയും CPM-ഉം ഭരണം നടത്തുന്ന പട്ടാമ്പി നഗരസഭയുടെ പ്രവർത്തനം അഴിമതിയുടേതാണെന്നും ഗ്രാമസഭകളിൽ നിന്നുള്ള അപേക്ഷകൾ മറികടന്ന് സ്വജനപക്ഷപാതമായി ലൈഫ് പദ്ധതി അട്ടിമറിച്ചെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സ്ട്രീറ്റ് ലൈറ്റ് നേരെയാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നെന്നും നഗരസഭയിൽ അജണ്ടകൾ പോലും മറികടക്കുന്നെന്നും എംപ്ലോയ്മെൻറ്റിനെ പോലും നോക്കുകുത്തിയാക്കി നഗരസഭയിൽ നിയമനം നടത്തുന്നുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF അവിശ്വാസം കൊണ്ടുവരാൻ ഇടയായത്. മറ്റുള്ള പാർട്ടി മെമ്പർമാരുടെയും പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. പക്ഷേ നഗരസഭയുടെ ഭരണം ആദ്യം മുതൽ തന്നെ കുത്തഴിഞ്ഞ് കിടക്കും. പക്ഷേ നമ്മളൊരു പുതിയ ഭരണസമിതി പരിചയക്കുറവുണ്ട് എന്നൊക്കെ മാനിച്ച് ആദ്യത്തെ ഒരു വർഷം ഒരു സമരം ചെയ്യാതെ ഞങ്ങൾ സഹിച്ചു. പിന്നീട് ഞങ്ങൾ അവരുടെ കോർപ്പറേറ്റ് ചെയ്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിലും ഞങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തു. പക്ഷേ എത്രമാത്രം സപ്പോർട്ട് കൊടുത്താലും ഭരണത്തിലുള്ള അപാകതകളും കഴിവുകേടുകളും പ്രതിഫലിച്ചു കണ്ടു. അതുകൂടാതെ അവരുടെ മുന്നണിയിലുള്ള ചക്കളത്തിപ്പോര് എന്ന് പറയാം, നമ്മളെ സാധാരണ മിതമായ ഭാഷയിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KR നാരായണസ്വാമി, CS സാജിദ്, CA റാസി, K ബഷീർ, സൈദലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, ഉമ്മർ കിഴായൂർ, KP നാസർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് കല്ലേക്കാട് മേട്ടുപ്പാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. ഒരു കുടുംബത്തിലെ 6 പേർക്ക് വെട്ടേറ്റു. തിരിച്ചുള്ള കല്ലേറിൽ അടുത്ത വീട്ടിലെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കല്ലേക്കാട് മേട്ടുപ്പാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വെട്ടിൽ കലാശിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. മേട്ടുപ്പാറ സ്വദേശി കുമാരൻ, മകൻ കാർത്തി, കുമാരന്റെ സഹോദരൻ നടരാജൻ, ഭാര്യ സെൽവി, മക്കളായ ജീവൻ, വിഷ്ണു എന്നിവർക്കാണ് വെട്ടേറ്റത്. കഴുത്തിൽ വെട്ടേറ്റ കുമാരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജീവന്റെ സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തിരിച്ചുള്ള കല്ലേറിൽ അക്രമം നടത്തിയ രമേഷ്, രതീഷ്, പിതാവ് സുബ്രഹ്മണ്യൻ, സഹോദരി തങ്കം എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. രതീഷും രമേഷും ചേർന്നാണ് വീട് കയറി അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല ദേശീയപാത വികസനത്തിന്റെ പേരിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ തൃത്താല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മണ്ണെടുപ്പ് നടക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തി. മന്ത്രി MP രാജേഷ് മൗനം വെടിയണമെന്നും പടിഞ്ഞാറൻ മേഖലയിലെ മണ്ണ് ഖനനം നിർത്തലാക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. തൃത്താല ദേശീയപാത വികസനത്തിന്റെ പേരിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തൃത്താല നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മണ്ണെടുപ്പ് നടക്കുന്നത്. ബഞ്ച് കട്ടിംഗ് നടക്കുന്നില്ല. അനുവദിച്ച പാസുകളിൽ ഇരട്ടിയോളം അധികം മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു. പഞ്ചായത്ത് റോഡിലൂടെ 10 ടൺ ഭാരമുള്ള വാഹനങ്ങൾ പോകേണ്ട വഴിയിലൂടെ 50 ടണ്ണിൽ അധികമുള്ള ഭാരമുള്ള വാഹനം കടന്നുപോകുന്നതിനാൽ
പഞ്ചായത്ത് റോഡുകൾ മുഴുവൻ തകർന്ന നിലയിലാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കള്ളക്കേസെടുക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നത്. ഇത്തരം മണ്ണെടുപ്പ് മൂലം മണ്ഡലത്തിൻ്റെ പല പ്രദേശവും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിച്ചു. പല പ്രാവശ്യം ഈ നിയമവിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ നടത്തുന്ന അനാസ്ഥയ്ക്കെതിരെ മൗനം വെടിയണമെന്നും പടിഞ്ഞാറൻ മേഖലയിലെ മണ്ണ് ഖനനം നിർത്തലാക്കണമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഇവർ അറിയിച്ചു. മൗന സമ്മതത്തോടുകൂടെയാണ് ഈ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പത്രക്കാർക്ക് റിപ്പോർട്ട് കൊടുത്താണ്. റിപ്പോർട്ട് കൊടുക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തി നടന്നതുകൊണ്ട് നിർത്തിവെക്കാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുകയെന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഇനിയും ഇതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. മന്ത്രി അവിടെയും കൂടെ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. മാത്രമല്ല ചാത്തന്നൂര് ഒരു കോറി നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾ മാസങ്ങളായിട്ട് സമരത്തിലാണ്. ഈ മന്ത്രി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ആ മന്ത്രിയാണ് ഞങ്ങൾ നടത്തിയ സമരത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പത്രക്കാർക്ക് റിപ്പോർട്ട് കൊടുത്തത്. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങൾ, തൃത്താല നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി TP മുഹമ്മദ് ഫൈസൽ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തക സമിതി അംഗം UP താഹിർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി ശിവപുരം കോളനി സ്വദേശി 27 വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചാണ് സംഭവം. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി ഉൾപ്പെടെ 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രിയിൽ വെങ്ങിണിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായി പറയുന്നത്. തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലുള്ള ബാറിൽ വെച്ചും തർക്കമുണ്ടായതായി പറയുന്നു. ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വീണ്ടും സംഘർഷമുണ്ടായത്. ഇതിനിടയിലാണ് 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. മൃതദേഹം റോഡരികിൽ കിടക്കുന്ന നിലയിലായിരുന്നു. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേർപ്പ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊടും ചൂട്. പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ മെയ് 8 വരെ തുടരുമെന്ന് കളക്ടർ. പൊതുജനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കളക്ടർ ഡോക്ടർ S. ചിത്ര വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ മെയ് 8 വരെ താപനില 40 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ മെയ് 8 വരെ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂട്ടോറിയൽസ്, അഡീഷണൽ ക്ലാസുകൾ, സമ്മർ ക്ലാസുകൾ എന്നിവ മെയ് 8 വരെ നിർത്തിവെക്കാനും ഉത്തരവുണ്ട്. ഓൺലൈനായി മാത്രം പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം. കായിക പരിപാടികൾ, പരേഡുകൾ എന്നിവ രാവിലെ 11 മുതൽ 3 വരെ നടത്താൻ പാടുള്ളതല്ല. പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ചെറുതുരുത്തി ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ SDPI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് EM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അവർക്കെതിരെ ഭരണകൂട സ്ഥാപനങ്ങളായ EDAയും അതുപോലെ തന്നെ CBI പോലെയുള്ള NIA പോലെയുള്ള ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്താൽ പോലും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് BJPക്കെതിരെ അല്ലെങ്കിൽ NDAക്കെതിരെ കൃത്യമായൊരു നടപടിയെടുക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായി. പ്രതിഷേധ ധർണയിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് KB അബൂ താഹിർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CA ഉമ്മർ മുക്താർ വിഷയാവതരണം നടത്തി. VA അബ്ദുൽ ഖാദർ, മണ്ഡലം കമ്മിറ്റി അംഗം മുസ്തഫ കുറ്റിയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. രാജ്യം വിട്ട ബലാത്സംഗ വീരൻ JDU നേതാവ് പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണമെന്ന് മഹിളാ കോൺഗ്രസ്. ഇതിനാവശ്യമായ നടപടികൾക്കായി രാഷ്ട്രപതിക്ക് നൽകുന്ന നിവേദനം മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ ജില്ലാ കളക്ടർക്ക് നേരിൽ കണ്ട് സമർപ്പിച്ചു. പ്രായഭേദമന്യേ സ്ത്രീകളെ പീഡിപ്പിക്കുക മാത്രമല്ല, പീഡനരംഗങ്ങൾ ചിത്രീകരിച്ച് പെൻഡ്രൈവിലാക്കി വീഡിയോ പ്രജ്വൽ രേവണ്ണ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹിളാ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മാനസിക രോഗിയായ JDU നേതാവും മുൻ MPയും ബലാത്സംഗ കേസിലെ പ്രതിയുമായ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിനായി രാഷ്ട്രപതിക്ക് നൽകുന്ന നിവേദനം ജില്ലാ കളക്ടർ മുഖേനയാണ് മഹിളാ കോൺഗ്രസ് അയക്കുന്നത്. കളക്ടർക്ക് മുമ്പാകെ നിവേദനം സമർപ്പിച്ച സംഘത്തിൽ ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണനൊപ്പം ഭാരവാഹികളായ PP പാഞ്ചാലി, TD ഗീത ശിവദാസ്, V റഹമത്ത്, പ്രേമ രാജേന്ദ്രൻ, സംഷിദ് ബാനു, രമ രവീന്ദ്രൻ, R സുജാത, M കലാവതി, T രാധാ ശിവദാസ്, ഉഷ പാലാട്ട്, പ്രിയ മുരളി, H ബുഷറ, കോമളം, K പ്രതിഭ ഹരിദാസ്, KV പാർവതി, A ഭാഗ്യലക്ഷ്മി, റോജ സുനിൽ, T ലത എന്നിവരുമുണ്ടായിരുന്നു. അതിൻ്റെ നിവേദനം കൊടുക്കാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഫുള്ളും വന്നു ആ നിവേദനം കൈമാറി. എന്തായാലും അവനെ തുരങ്കിൽ അടിക്കുന്നത് വരെ മഹിളാ കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കും. എന്തായാലും ഈ MP-യെ ഒരിക്കലും രാജ്യസഭ MP ആയി മത്സരിക്കാൻ സമ്മതിക്കില്ല. അതിൽ ഞങ്ങളെല്ലാവരും മഹിളാ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുല്ലപ്പൂ വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിൽ. തൃശൂർ പുന്നയൂർക്കുളം സ്വദേശി കുട്ടനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയിൽ നിന്ന് സാധനം വാങ്ങി തിരികെ വരികയായിരുന്ന 11 വയസ്സുകാരിക്ക് നേരെയാണ് 94 വയസ്സുള്ള കുട്ടൻ ലൈംഗികാതിക്രമം നടത്തിയത്. മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വീടിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച കുട്ടനെ തള്ളിമാറ്റി കുട്ടി രക്ഷപ്പെടുകയാണുണ്ടായത്. തുടർന്ന് വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. വീട്ടുകാർ നൽകിയ പരാതിയിൽ പോക്സോ നിയമപ്രകാരം വടക്കേക്കാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണകൾ നിറഞ്ഞ ലക്കിടി കിള്ളിക്കുരിശിമംഗലത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ദീപ്ത സ്മരണകൾ പുതുക്കി കുഞ്ചൻ ദിനം ആഘോഷിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ചൻ സ്മാരക വായനശാലയിൽ സൂക്ഷിച്ച കവിയുടെ എഴുത്താണി എഴുന്നള്ളിപ്പോടെയാണ് കുഞ്ചൻ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മാരകത്തിലെ വിദ്യാർത്ഥികളുടെ ഓട്ടൻതുള്ളലും അരങ്ങേറി. അക്ഷരശ്ലോക സദസ്സിന് ശേഷം നടന്ന കവി സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കുഞ്ചൻ അവാർഡ് ജേതാവ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി C ബാലകൃഷ്ണന്റെ ഓട്ടൻതുള്ളൽ അവതരണവും നടന്നു. ചടങ്ങിൽ സ്മാരകം ചെയർമാൻ K ജയദേവൻ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് ഈ വർഷത്തെ കുഞ്ചൻ അവാർഡ് ജേതാവ് C ബാലകൃഷ്ണന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA പുരസ്കാരം സമ്മാനിച്ചു. സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ കാലിക വിഷയങ്ങളോട് സംവദിക്കാനും അത്തരം വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ കഴിയുന്ന കൂടുതൽ ശരിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ സാംസ്കാരിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ കേന്ദ്രമായി വികസിപ്പിക്കാൻ എല്ലാമുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണിത് എന്ന് സൂചിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, ബ്ലോക്ക് അംഗം M രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ശ്രീവത്സൻ, സ്മാരകം സെക്രട്ടറി M നാരായണൻ നമ്പൂതിരി, കുഞ്ചൻ വായനശാല സെക്രട്ടറി TK ഗോവിന്ദൻകുട്ടി, IM സതീശൻ, T മണികണ്ഠൻ, M രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപീഠം വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ പാവറട്ടി പൂവത്തൂരിൽ ചാർജ് ചെയ്തതിനിടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. സംഭവ സമയത്ത് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ കട്ടിൽ, കിടക്ക, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. പാവറട്ടി പൂവത്തൂർ മരക്കാത്ത് അജീഷിന്റെ ഭാര്യയുടെ ഫോണാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ മുറിയിലുണ്ടായിരുന്ന കട്ടിൽ, കിടക്ക, AC, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. റൂമിൽ നിന്ന് ശബ്ദം കേട്ടയുടൻ പുക ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത്. സംഭവ സമയത്ത് റൂമിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. അജീഷിൻ്റെ ഭാര്യയും മക്കളും അമ്മയുമാണ് ഈ വീട്ടിൽ താമസം. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി 20 വയസ്സുള്ള പ്രസിലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഘർഷമുണ്ടായത്. ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന പ്രസീലിനെ ചെമ്മണ്ണൂർ സ്വദേശിയായ യുവാവ് ആക്രമിക്കുകയായിരുന്നു. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രസിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ പൂരവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂളിലെ LSS സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്കായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ചേലക്കര നിയോജകമണ്ഡലത്തിലെ സർക്കാർ LP വിദ്യാലയങ്ങളിൽ മികവായി ഇത്തവണ 11 വിദ്യാർത്ഥികൾക്കാണ് ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ LSS സ്കോളർഷിപ്പ് ലഭിച്ചത്. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്കൂളിൽ നടന്ന യോഗം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകർ, നമ്മുടെ സ്കൂളിൽ 25ഓളം കുട്ടികൾ എക്സാമിനേഷൻ എഴുതി. അതിൽ 11 കുട്ടികൾ ഉന്നത വിജയം നേടി എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ കുട്ടികളൊക്കെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഒരു എഫർട്ട് അതിന് പിന്നിലുണ്ട്. ഇതൊരു ത്യാഗത്തിൻ്റെ പിന്നിൽ. PTA പ്രസിഡന്റ് EK അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപകൻ PK മോഹനൻ, മാതൃസംഗമം പ്രസിഡന്റ് KV വിബിഷ, അധ്യാപകരായ NA രജനി, രേഷ്മ സുബ്രഹ്മണ്യൻ, P ടിൻഡുമോൾ, M ഷാമില, രക്ഷിതാവായ K ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് 2 സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന 4-അംഗ കുടുംബം ദിവസങ്ങളായി കഴിയുന്നത് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. തൃശൂർ നെല്ലിശ്ശേരി GB പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തെരുവിൽ കഴിയുന്നത്. വീട്ടുസാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തൃശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശിയായ ജിബിയുടെയും മക്കളായ എൽന, എമിൽ എന്നിവരുടെയും വീട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥർ ഇറക്കിവിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പമുണ്ട്. വീട്ടുസാധനങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന എൽനയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിൻ്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കുടിയൊഴിപ്പിക്കലെന്ന് ജിബി പറയുന്നു. ആശുപത്രി വന്നിട്ട് ഞാൻ പൈസ റെഡിയാക്കി തരാം, ഞാൻ എവിടെ നിന്നെങ്കിലും ചേട്ടന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിച്ചു പോയ ആളാണ് ഈ പണിയൊക്കെ ചെയ്തത്. ഇന്നലെ ഞങ്ങൾ വേറെ ആൾക്കാരെ അയാൾ അന്വേഷിച്ച് പോയപ്പോൾ പറയുന്നു സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞാൻ ചാക്കിലാക്കി സാധനങ്ങൾ കൊണ്ടുവച്ച് എൻ്റെ തെറ്റ്, സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ മോളാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം. എന്നെ നോക്കുന്ന ഒരു ഭർത്താവല്ല, എൻ്റെ മോനൊരു വയ്യാത്തതാ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ? പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന എൽനയ്ക്ക് അടുത്തിടെ ബാംഗ്ലൂരുവിൽ ജോലി ലഭിച്ചിരുന്നു. ജോലി കിട്ടിയ സന്തോഷ വിവരം അറിയിക്കാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എൽനയ്ക്ക് സാരമായി പരിക്കേറ്റു. തുടർന്നുള്ള ആശുപത്രിവാസത്തിനിടെയാണ് വീടൊഴിപ്പിക്കൽ നടന്നത്. വിയ്യൂർ പോലീസിലും കലക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. ഞങ്ങൾ കാണാത്ത കലക്ടർ ഓഫീസിൽ പോയി, ACPയുടെ ഓഫീസിൽ പോയി, വിയ്യൂർ പോലീസുകാർ പറയുന്നത് മുഴുവൻ നുണയാണ്. ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ ACPയെ കൊണ്ട് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടില്ല. സുനിൽ സാർ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ വസ്തു ഈ വീടിൻ്റെ കരാറാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ കരാറ് റേഷൻ കാർഡ്, BSc കാർഡിയോളജിസ്റ്റ് പഠിച്ച സർട്ടിഫിക്കറ്റ്, എൻ്റെ മോൻ്റെ ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ ആധാർ കാർഡുകൾ, റേഷൻ കാർഡ്, ഞങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, മോളുടെ സ്വർണ്ണങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിർത്തിയില്ല. ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം പശുവിൻ്റെ തൊഴുത്തിലാണ് കിടക്കണേ. ഇന്നിപ്പോൾ ദേവസ്വംകാർ വന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല. രാത്രി ആകുമ്പോൾ ഇവിടെ നിന്ന് പോകണം എന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട്. ഞാൻ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടേക്കാണ് പോവുക? ഞങ്ങൾക്ക് ഒരു റൂമുള്ള സ്ഥലം കിട്ടിയാൽ മതി. ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഞങ്ങൾ വൈകുന്നേരങ്ങളെ നിർവഹിക്കും. ഞങ്ങൾ അത്ര ഗതിയഞ്ചും കിട്ടും. ഞങ്ങൾക്ക് ഇനി പറ്റില്ല. ഒന്നുമില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ. ഞങ്ങൾക്കൊരു നീതി കിട്ടിയേ പറ്റൂ. എൻ്റെ കുട്ടികളോട് ഞാൻ അലഞ്ഞു തോറ്റു.
എനിക്ക് 190 പ്രഷർ. ഇവരെ 3 പേരെ ഞാൻ നോക്കണം. അവന് ഈ തലയിൽ ഇഞ്ചുറിയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവന് ഫിക്സാ വരുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഞാൻ നോക്കണം. എനിക്ക് പറ്റാണ്ടായി. എൻ്റെ കുട്ടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ എൻ്റെ മക്കൾ അനാഥരാവും. എനിക്കൊരു വഴി കണ്ടെത്തി തരണം. എനിക്ക് വേറെ എൻ്റെ ജീവിതത്തിന് മുമ്പിൽ ഒരു മാർഗ്ഗമില്ല. എനിക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഞാൻ ഇവൾക്ക് കാവലിരിക്കുക. ഞാൻ വിളിക്കണത് വരെ. എൻ്റെ മോളല്ലേ, സാമൂഹിക രോഗികൾ വന്നിട്ട് ഉപദ്രവിക്കാനാ വരുന്നത്. ഇന്നലെ 1 മണിക്ക് സാമൂഹിക രോഗികൾ വന്നു. എൻ്റെ മക്കളല്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു നീതി തരാത്ത ആൾക്കാരാണോ ഇവിടുത്തെ ആൾക്കാർ? എന്തിനോട് നീതി തരുന്നത് ഞങ്ങൾക്ക് പറയണേ? ഞങ്ങൾ ഇത്രയാൾ ഞങ്ങൾക്ക് ഒരു നീതി തരുന്നില്ല. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണേ? ഞങ്ങളെ എടുത്ത് തെറ്റാണോ? ഞങ്ങൾ വാടക കൊടുക്കാൻ ഞങ്ങൾ ആകെ 4 മാസം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40,000 അഡ്വാൻസും 18,500 വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്നാലും തരാനുള്ളത്. ഞങ്ങളവിടെ എന്ത് ചെയ്തു? ഞങ്ങൾ വാടക കൊടുക്കണില്ല. ഞങ്ങൾ അതിൻ്റെ മോശം പെരുമാറ്റം കാരണം വാടക കൊടുക്കാറില്ല. ഞങ്ങളുടെ അഡ്വാൻസിന് പിടിച്ചോടാൻ പറഞ്ഞേക്കുക. വേണ്ട, നിങ്ങൾ ഒഴിഞ്ഞു പോകണ്ട, ഇവിടെ തന്നെ താമസിക്കുക. ഞങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അമ്മ ജിബി. ഈ അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്ന് അറിയില്ലെന്നും താമസിക്കാൻ ഒരു മുറി മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജിബി പറയുന്നു. ഞങ്ങൾക്ക് രേഖകളിലായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്യാൻസർ രോഗിയായ വീട്ടമ്മയ്ക്ക് ജീവിതോപാധിയായി പെട്ടിക്കട നൽകി ഷൊർണൂർ ജീവിത ട്രസ്റ്റ്. നഗരസഭയിലെ 31-ാം വാർഡിൽ താമസിക്കുന്ന പോർക്കോട്ട് പറമ്പിൽ രാമകൃഷ്ണന്റെ ഭാര്യ രാധാദേവിക്കാണ് ട്രസ്റ്റ് പെട്ടിക്കട നൽകിയത്. ക്യാൻസർ ബാധിതയായ രാധാദേവി കഴിഞ്ഞ 10 വർഷമായി ചികിത്സയിലാണ്. ജീവിത ട്രസ്റ്റ് ആരോഗ്യ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ജീവിതോപാധി എന്ന നിലയിൽ ഇവർക്ക് പെട്ടിക്കട കൈമാറിയത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി, അതുപോലെ തന്നെ ആരോഗ്യപരമായി അവർക്ക് ജോലി ചെയ്യാനൊന്നും കഴിയാത്ത ആ തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായം നൽകുക എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഏറെ വർഷങ്ങളായി ജീവിത ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഇതുപോലെ തന്നെ അവരുടെ ജീവിതം സഫലമാക്കുന്നതിന് വേണ്ടി, വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും അവരുടെ ജീവിതം നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവുമായി ഇത്തരം സംവിധാനങ്ങൾ ഏറെ വർഷങ്ങളായി കൊണ്ടുവരികയാണ്. കുളപ്പുള്ളിയിലെ ഷൊർണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസിന് സമീപമാണ് പെട്ടിക്കട ആരംഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത, സെക്രട്ടറി അനു പ്രഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാരക്കാട് NSS കരയോഗത്തിലെ മുതിർന്ന അംഗമായ കാരക്കാട് തേക്കിൻകാട്ടിൽ ദാക്ഷായണി അമ്മയെ 100ാം പിറന്നാൾ ദിനത്തിൽ കാരക്കാട് NSS കരയോഗം ആദരിച്ചു. പ്രസിഡന്റ് ആനന്ദ് V നായർ പൊന്നാട അണിയിച്ച് ദാക്ഷായണി അമ്മയ്ക്ക് ഉപഹാരം നൽകി. സെക്രട്ടറി ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ, പ്രഭാലക്ഷ്മി, പ്രസാദ് പാലക്കിഴി, മനോജ് ആര്യത്ത്, വാസുദേവൻ, ജിതേഷ്, ചന്ദ്രിക, വിനോദ്, പ്രേമ, ചന്ദ്രിക, രാമകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 10ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സപ്താഹയജ്ഞം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പരാമർശിച്ച നിലയിലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ശക്തനല്ല. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു. ക്ഷേത്രങ്ങൾ എന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു നാടിൻ്റെ ഐശ്വര്യമായി പ്രകാശമായി നിലകൊള്ളേണ്ട ഇടങ്ങളാണ്. പ്രകാശം കെടുത്താനുള്ള ഇടങ്ങളല്ല, കൂടുതൽ കൂടുതൽ പ്രകാശം നാട്ടിലേക്ക് പരത്താനുള്ള ഊർജ പ്രഭവ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. ആദ്യ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് യജ്ഞാചാര്യന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ഓങ്ങല്ലൂർ ഗണപതിയൻകാവിൽ നിന്നും താലങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി
യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. മഹാമണ്ഡലേശ്വർ സ്വാമി H. പ്രഭാകരാനന്ദ സരസ്വതി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റി ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK രാജഗോപാൽ, കൃഷ്ണകുമാർ, കണയം വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യജ്ഞാചാര്യന്മാരായ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി, പാലോന്നം നാരായണൻ നമ്പൂതിരി എന്നിവർ നയിക്കുന്ന ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു. മെയ് 5 മുതൽ 12 തീയതി വരെ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ വരാഹാവതാരം, ഋഷഭാവതാരം, നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, കുചേലോപാഖ്യാനം, കൽക്കി അവതാരം എന്നീ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം നടക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മെയ് മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി പാഠകം അരങ്ങേറി. വിഷ്ണുപ്രിയയാണ് പാഠകം അവതരിപ്പിച്ചത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപഹാരം ട്രസ്റ്റി പരമേശ്വരൻ നമ്പൂതിരി സമ്മാനിച്ചു. പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC. രാജീവ്, ട്രഷറർ AK. മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു രാജ്യവും രാജധാനിയൊക്കെ ആവുമ്പോൾ അന്യ രാജ്യത്ത് നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് അങ്ങോട്ട് പോവുക, പറഞ്ഞയക്കുക, ഇതൊക്കെ പതിവുള്ളതല്ലേ. പിന്നെ അപ്പൊ എന്താ അത്ര പ്രത്യേകിച്ച് പറയാൻ എന്നാണെങ്കിൽ ആരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരുന്നതെന്ന്. ആരുടെ ദൂതനാ? പൃഥാജന്മനാം ദൂത, പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരുന്നത്. ആ പൃഥാജന്മാക്കൾ ഉണ്ടല്ലോ, ആ കുന്തിപുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് വരുന്നത്. ലക്കിടിമംഗലം മുന്നുണ്ണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന ദിവസം രാവിലെ ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് പറവെപ്പ്, അന്നദാനം, തായമ്പക, മന്ത്രിടത്ത് മനയിൽ നിന്നും മേളത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി പാണ്ടിമേളം, തായമ്പക, കൂത്തുമാടം കയറൽ, ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വേലകൾ ക്ഷേത്രമൈതാനിയിൽ അണിനിരന്നു. തിരുവില്ലാമല വേട്ടേക്കരൻ കാവ് ക്ഷേത്രത്തിൽ 12,000 നാളികേരമേറും കളംപാട്ട് മഹോത്സവവും മെയ് 9, 10 തീയതികളിലായി നടക്കും. കളംപാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ തിരുവില്ലാമലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ ദിനമായ വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് വിവിധ പൂജകളും ശേഷം രാവിലെ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്യും. മറ്റു വിവിധ മേഖലയിലുള്ളവരും പങ്കെടുക്കും. 11 മണിക്ക് പാട്ടുകുറിയിടൽ, ഉച്ചപ്പാട്ട്, കലാമണ്ഡലം പരമേശ്വരനും സംഘവും അവതരിപ്പിക്കുന്ന ജയശ്രീ മനോഹരന്റെ അവതരണത്തിൽ ഓട്ടംതുള്ളൽ, തുടർന്ന് അന്നദാനവും നടക്കും. വൈകുന്നേരം 3 മണിക്കാണ് വേട്ടേക്കാരൻ്റെ കളം വരയ്ക്കൽ ചടങ്ങ് നടക്കുന്നത്. ശേഷം ദീപാരാധന, മുല്ലയ്ക്കൽ പാട്ടോടുകൂടി എഴുന്നള്ളിപ്പ് മേളവും വേട്ടയ്ക്കൊരു മകൻ വരവേൽപ്പും നടക്കും. കളംപൂജ, കളംപാട്ട്, തിരി ഒഴിച്ചൽ എന്നിവയ്ക്ക് ശേഷം ആദ്യ ദിനത്തിന് സമാപനമാകും. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, 12,000 കൊട്ടി അറിയിക്കൽ, ശേഷം 10 മണിക്ക് പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്, കലാമണ്ഡലം അച്യുത പൊതുവാളിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതം, തുടർന്ന് വൈകിട്ട് 4 മണിക്ക് പേരൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, കലാമണ്ഡലം പ്രഹ്ലാദനും സംഘവും അവതരിപ്പിക്കുന്ന കേളി, തുടർന്ന് ദീപാരാധനയ്ക്കു ശേഷം 8 മണിക്ക് മുല്ലയ്ക്കൽ പാട്ട്, എഴുന്നള്ളിപ്പ്, പറക്കൂട്ടുകാവിൽ നിന്നും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ ഗംഭീര പാണ്ടിമേളത്തോടുകൂടി ഭഗവാന്റെ കാവിലേക്കുള്ള എഴുന്നള്ളിപ്പും, തുടർന്ന് രാത്രി 10 മണിക്ക് കളത്തിലാട്ടവും 12,000 നാളികേരമെറിയൽ, പ്രസാദ വിതരണം, കൂറവലിക്കൽ എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികളായ T. രാധാകൃഷ്ണൻ, സുശ്രുത, ഹരിപ്രസാദ്, നാരായണൻകുട്ടി, KS കൃഷ്ണമണി, വേണുഗോപാൽ, MA മുരളീധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ആ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് 2024 മെയ് 9, 10 തീയതികളിൽ വേട്ടക്കരൻ പാട്ട്, കളമെഴുത്ത്, അതോടുകൂടി അന്നദാനം, ഓട്ടംതുള്ളൽ, വിവിധതരം കലാപരിപാടികൾ
ചാക്യാർ കൂത്ത്, അതുപോലെ തന്നെ 9-ാം തീയതി ഈ കലാ സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതും ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ലാവ്ലിൻ പോലെ കെട്ടിച്ചമച്ചതാണ് മാസപ്പടി കേസുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. മാസപ്പടി കേസ് നിയമപരമായി നിലനിൽക്കില്ല. AK ബാലന്റെ പ്രതികരണം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ MLA സമർപ്പിച്ച ഹർജി വിജിലൻസ് കോടതി തള്ളിയ സാഹചര്യത്തിൽ. പാലക്കാട്ട് യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണം. സംഭവം ഒലവക്കോട് താണാവിൽ. ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റ യുവതി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ നോക്കിയ മുൻ ഭർത്താവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ശിവപുരം കോളനി സ്വദേശി മനു. യുവാവിനെ ആക്രമിച്ചത് 3 പേർ ചേർന്നെന്ന് പോലീസ്. തൃശൂർ വടക്കേക്കാട് മുല്ലപ്പൂ വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിലായത് പുന്നയൂർക്കുളം സ്വദേശി കുട്ടൻ. പാലക്കാട് കല്ലേക്കാട് മേട്ടുപ്പാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. വെട്ടേറ്റത് ഒരു കുടുംബത്തിലെ 6 പേർക്ക്. കഴുത്തിൽ വെട്ടേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരിച്ചുള്ള കല്ലേറിൽ 4 പേർക്ക് പരിക്ക്. പട്ടാമ്പി നഗരസഭയിൽ കുത്തഴിഞ്ഞ ഭരണമെന്ന UDF. ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയം അഴിമതിയിൽ മുങ്ങിയ ദുർഭരണം ജനങ്ങൾ വെറുത്ത സാഹചര്യത്തിൽ. തൃത്താല മണ്ഡലത്തിൽ ദേശീയപാത വികസനത്തിന്റെ മറവിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വ്യാപക മണ്ണെടുപ്പെന്ന യൂത്ത് ലീഗ്. പ്രശ്നത്തിൽ മന്ത്രി MP രാജേഷ് മൌനം വെടിയണം. മണ്ണ് ഖനനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം. പാലക്കാട് ജില്ലയിൽ മെയ് 8 വരെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരുമെന്ന് കളക്ടർ. നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് താപനില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് 2 സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന 4-അംഗ കുടുംബം തെരുവിൽ. കഴിഞ്ഞ 16 ദിവസമായി നിർധന കുടുംബത്തിന്റെ ജീവിതം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. വീട്ടുസാധനങ്ങളും പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന പരാതി. കുടുംബം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കുന്നത് ജില്ലാ ആശുപത്രിയെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.